എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിട്ട് ഉറങ്ങി? പിന്നെ നല്ല കിടിലനായിട്ട് ഉറങ്ങി. നീ ആദ്യമായിട്ടല്ലേ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നേ, അതുകൊണ്ട് ചോദിച്ചാ. ഓ, എൻ്റെ വീട് ഇതുപോലൊക്കെ തന്നെ അല്ലേ, അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് മാറിയെന്ന ഫീലൊന്നും ഇല്ല. അത് സാരമില്ല, ശമ്പളം കിട്ടി കഴിയാൻ നേരത്തെ വാടകേനുമായിട്ട് കുറച്ചിഞ്ഞ് തരാൻ നേരത്ത് ആ ഫീലൊക്കെ അങ്ങ് വന്നോളൂ. ഓ, എൻ്റെ ഓഫീസിൻ്റെ അവിടുത്തെ വാടക വെച്ചൊക്കെ നോക്കുമ്പോഴേ ഇതൊക്കെ ചെറുത്. അതും ശരിയാ, സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയല്ലേ ഈ വീട്. എൻ്റെ ഡൗട്ട് ഈ വീടിന് വല്ല പ്രേതശല്യം ഉണ്ടെന്ന്, അതുകൊണ്ടല്ലേ ഇത്രയും വാടക കുറവ്. ശരിയാടാ, ഞാൻ കേട്ട കഥയാ, ശരിയാണോന്നൊന്നും എനിക്കറിയത്തില്ല. പണ്ടിവിടെ താമസിച്ച് 1-2 പേര് മരിച്ചിട്ടുണ്ട്. എന്തോ ജീവിയാൽ ആക്രമിക്കപ്പെട്ടതാണെന്നൊക്കെയാ പറയുന്നത്. പോടാ ചുമ്മാ. അല്ലടാ, ചിലരൊക്കെ കണ്ടിട്ടുണ്ടെന്നാ പറയുന്നത്. തല തിരിഞ്ഞ് കൈകുത്തി നടക്കുന്നൊരു ജീവി. നീ സത്യമാണോ പറയുന്നത്? പിന്നല്ലാതെ, എനിക്ക് പേടിയില്ലാത്തോണ്ട് ഞാനിവിടെ താമസിക്കുന്നതേ ഉള്ളൂ. കേട്ടിട്ട് തന്നെ പേടിയായിരുന്നു. ഒരു സിനിമയാക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ശരിയാ, എനിക്കും തോന്നും. സിനിമയാക്കുവാണെങ്കിൽ അതിനിടാൻ പറ്റിയൊരു പേര് എൻ്റെ കയ്യിലുണ്ട്. എന്നതാ? ലെവൽ ക്രോസ്. എന്നിട്ട് നമ്മുടെ ആസിഫ് അലിയോടും അമല പോളിനോടും വന്ന് അഭിനയിക്കാൻ പറ. നീ ആ സിനിമ കണ്ടിട്ടുണ്ടല്ലേ? ഒന്ന് എനിക്ക് പോടാ, അവൻ്റെ ഒരു തലയിരിഞ്ഞ പ്രേതം. കണ്ണി കണ്ട സിനിമയല്ലായിരുന്നു കാണുന്നതുകൊണ്ട് പഴയ പോലെ പിള്ളേരെ കൊണ്ട് പേടിപ്പിക്കാൻ പറ്റുന്നില്ല. പേടിപ്പിക്കുക നീ രഘുന്ദർസിയോ? അവൻ്റെ ഒരു കഥ. അല്ലടാ, ചിലരൊക്കെ കണ്ടിട്ടുണ്ടെന്നാ പറയുന്നത്. തല തിരിഞ്ഞ് കൈകുത്തി നടക്കുന്നൊരു ജീവി.